ഹലോ ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ഏതനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രോഷ്യ ഹെഡ് ബാൻഡ് എങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊക്കെ കാണിക്കാൻ വേണ്ടിയാണ്. ഈ ഹെഡ് ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 4 സ്റ്റിച്ചസ് ആണ്. സ്ലിപ്പ് നോട്ട്, ചെയിൻ സ്റ്റിച്ച്, ഡബിൾ ക്രോഷ്യ ആൻഡ് സ്ലിപ്പ് സ്റ്റിച്ച്. ഈ ഹെഡ് ബാൻഡ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ 3 ഡബിൾ ക്രോഷ്യയുടെ ഒരു ബോർഡറും പിന്നീട് 2 ഷെൽ സ്റ്റിച്ചിന്റെ ഒരു പാറ്റേണും അതിനുശേഷം വീണ്ടും 3 ഡബിൾ ക്രോഷ്യയുടെ ഒരു ബോർഡറുമാണ്. ഇത് മെയിനായിട്ട് ബിഗിനേഴ്സിന്റെ മൈൻഡിൽ കണ്ടിട്ട് ഞാൻ ചെയ്തെടുത്തൊരു പാറ്റേൺ ആണ്. ഇതിൽ നമ്മൾ ആദ്യത്തെ റോയിൽ എന്താണ് ചെയ്യുന്നത് അതിന്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും എല്ലാ റോയിലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഈ ക്യൂട്ട് ഹെഡ് ബാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് എന്താണെന്ന് വെച്ചാൽ 4-ply acrylic yarn, 3.5 mm crochet hook, scissors, inch tape and tapestry needle. Tapestry needle എന്ന് പറയുമ്പോൾ ടിപ്പ് ഷാർപ്പ് ഇല്ലാത്ത ബ്ലെൻഡ് ആയിട്ടുള്ള നീഡിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഐക്ക് നല്ലൊരു വലിപ്പവും കാണും. ഹെഡ് ബാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇടുക. സ്ലിപ്പ് നോട്ട് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നൂലിൻ്റെ എൻഡ് വശം നമ്മുടെ റൈറ്റ് സൈഡിലായിരിക്കണം. അതിനുശേഷം 18 ചെയിൻസ് ഇടുക. ഈ 18 ചെയിൻസ് ആണ് നമ്മുടെ ഈ ഹെഡ് ബാൻഡിൽ ബേസ് എന്ന് പറയുന്നത്. ചെയിൻ ചെയ്യാനായിട്ട് ഹൂക്കിനെ നൂലിനകത്തോട്ട് വിട്ട് അവിടെ നിന്ന് ഒരു നൂലിങ്ങനെ വലിച്ചെടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ 18 സ്റ്റിച്ചസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് നമ്മുടെ ഹൂക്ക് വെച്ചിരിക്കുന്ന പോർഷനിൽ നിന്നും ഒരു 3 ചെയിൻ സ്പേസ് വിട്ടിട്ട് 4ാമത്തെ ചെയിനിൽ ഡബിൾ ക്രോഷ്യ ഇടുക. അതിനുശേഷം തൊട്ടടുത്ത ചെയിനിന്റെ സ്പേസിലും ഡബിൾ ക്രോഷ്യ ഇടുക. ഡബിൾ ക്രോഷ്യ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലുള്ള ചെയിനിന്റെ മുകളിലുള്ള ഒരു നൂല് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം 4 ചെയിൻ സ്പേസ് വിടുക. വിട്ടിട്ട് 5ാമത്തെ സ്പേസിൽ നമ്മുടെ ഷെൽ പാറ്റേൺ റെഡിയാക്കുക. ഷെൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ 2 ഡബിൾ ക്രോഷ്യ, ഒരു ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. ഈ സ്റ്റിച്ചസ് എല്ലാം തന്നെ ഒരേ സ്പേസിലിടണം, ഒരേ ചെയിനിന്റെ ലൂപ്പിലിടണം. അതിനാണ് നമ്മൾ ഷെൽ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഷെല്ല് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും നമ്മൾ 4 സ്പേസ് വിടണം. ചെയിൻ സ്പേസ് വിട്ടിട്ട് 5ാമത്തെ ചെയിൻ സ്പേസിലോട്ട് നമ്മൾ അടുത്ത ഷെൽ സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ഡബിൾ ക്രോഷ്യ, double crochet, chain 1, double crochet, double crochet. എല്ലാം തന്നെ ഒരേ സ്റ്റിച്ചിലിടണം. അതിനുശേഷം 2 ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷമുള്ള 3 ചെയിൻ സ്പേസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇടണം. Double crochet, double crochet,
ഡബിൾ ക്രോഷ്യ. ഇപ്പം നമ്മുടെ ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബുക്കിൻ്റെ ഒരു പേജ് തിരിക്കുന്നത് പോലെ നമ്മുടെ വർക്കിനെ തിരിച്ചിട്ട് 3 ചെയിൻസ് ഇടുക. ഈ 3 ചെയിൻ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴത്തുള്ള സ്പേസ് വിട്ടിട്ട് അടുത്ത സ്പേസിൽ, അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിലുള്ള സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇടുക. അതിൻ്റെ തൊട്ടടുത്ത സ്പേസിൽ വേറൊരു ഡബിൾ ക്രോഷ്യ ഇടുക. ഈ റോയിൽ നമ്മുടെ ഷെൽ സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഷെൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മിഡിലുള്ള ചെയിൻ 1 സ്പേസിലാണ്. കണ്ടല്ലോ, ഈ സ്പേസിലാണ് നമ്മൾ നമ്മുടെ ഷെൽ സ്റ്റിച്ച് ഫോം ചെയ്യാൻ പോകുന്നത്. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ പാറ്റേൺ. ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ. എല്ലാം തന്നെ ഒരേ സ്റ്റിച്ചിലിടണം. അതിനുശേഷം 2 ചെയിൻ സ്പേസ് സ്കിപ്പ് ചെയ്യുക. അതിനുശേഷമുള്ള 3 ചെയിൻ സ്പേസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഇടണം. ഡബിൾ ക്രോഷ്യ, double crochet, double crochet. ഇപ്പം നമ്മുടെ ഫസ്റ്റ് റോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബുക്കിൻ്റെ ഒരു പേജ് തിരിക്കുന്നത് പോലെ നമ്മുടെ വർക്കിനെ തിരിച്ചിട്ട് 3 ചെയിൻസ് ഇടുക. ഈ 3 ചെയിൻ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴത്തുള്ള സ്പേസ് വിട്ടിട്ട് അടുത്ത സ്പേസിൽ, അതായത് നമ്മൾ ഓൾറെഡി ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിലുള്ള സ്പേസിൽ ഒരു ഡബിൾ ക്രോഷ്യ ഇടുക. അതിൻ്റെ തൊട്ടടുത്ത സ്പേസിൽ വേറൊരു ഡബിൾ ക്രോഷ്യ ഇടുക. ഈ റോയിൽ നമ്മുടെ ഷെൽ സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഷെൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മിഡിലുള്ള ചെയിൻ 1 സ്പേസിലാണ്. കണ്ടല്ലോ, ഈ സ്പേസിലാണ് നമ്മൾ നമ്മുടെ ഷെൽ സ്റ്റിച്ച് ഫോം ചെയ്യാൻ പോകുന്നത്. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ പാറ്റേൺ. ഇപ്പോൾ ഞാൻ 3rd റോ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഹെഡ് ബാൻഡിന് ആവശ്യമായിട്ടുള്ള 16 ഇഞ്ചസും നമ്മൾ ചെയ്തെടുക്കണം.
ഇപ്പോൾ ഞാൻ തേർഡ് റോ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഹെഡ് ബാൻഡിന് ആവശ്യമായിട്ടുള്ള 16 ഇഞ്ചസും നമ്മൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ലാസ്റ്റ് റോയിൽ വന്നിട്ടുണ്ട്. ഈ 16 ഇഞ്ചസ് എന്ന് പറഞ്ഞത് എല്ലാ ഹെഡ് ബാൻഡും നമുക്ക് 16 തന്നെ വേണമെന്നില്ല. 16 ഇഞ്ചസ് ചെയ്യുമ്പോൾ ഒരു 3 to 6 ഇയേഴ്സ് ഉള്ള ഒരു കുട്ടിക്ക് കറക്റ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ വലിയ സൈസോ ചെറിയ സൈസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഹെഡിൻ്റെ സർക്കംഫറൻസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് കുറച്ചിട്ടായിരിക്കണം നമ്മളുടെ ഫൈനൽ ഹെഡ് ബാൻഡിൻ്റെ സൈസ് ഉണ്ടാവേണ്ടത്. നമ്മൾ ഈ ഹെഡ് ബാൻഡ് സ്ട്രെച്ചബിൾ ആണ്, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് സ്ട്രെച്ച് ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾ കറക്റ്റ് സൈസിന് തന്നെയാണ് ഹെഡ് ബാൻഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അത് ഒരുപാട് സ്ട്രെച്ച് ആയിട്ട് ഒരുപാട് വലിയ സൈസായി പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഹെഡ് ബാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഫ്ലാറ്റായിട്ട് വെച്ചിട്ട് മെഷർ ചെയ്ത് നോക്കണം 16 ഉണ്ടോ, 16 അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് മെഷർമെൻറ്റ് ഉദ്ദേശിക്കുന്നത് അതുണ്ടോ. മെഷർമെൻറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരിക്കലും നമ്മൾ വർക്ക് ചെയ്ത പീസിനെ സ്ട്രെച്ച് ചെയ്യാൻ പാടില്ല. എനിക്കിപ്പോൾ ഇവിടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് 16 ഇഞ്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോർഷൻ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോർഷനും എൻഡ് ചെയ്ത പോർഷനും ചേർത്ത് വെച്ചിട്ട് 2 സൈഡും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഈ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അത് മുതൽ ഈ എൻഡ് വരെ ആ എൻറ്റയർ പോർഷൻ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് എടുക്കണം. ഒരു ചെയിൻ വൺ ഇടുക. അതിനുശേഷം നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ കൂടെ ഹൂക്കിനെ കടത്തി വിട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ബേസ് ചെയിനില്ലേ അതിൻ്റെ ചെയിനിലോട്ട് ഹൂക്കിനെ കടത്തി വിടുക. അതിനുശേഷം അവിടെ നിന്നൊരു നൂലങ്ങനെ എടുത്തിട്ട് മൊത്തത്തിൽ കൊണ്ടുവന്ന് ഈ ഫസ്റ്റ് ഇട്ടിട്ടില്ലേ ഒരു ലൂപ്പ്, ആ ലൂപ്പിൻ്റെ അകത്ത് കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച്.
ഇങ്ങനെ നമ്മൾ ഈ ജോയിനിങ് പോർഷൻ്റെ ലാസ്റ്റ് വരെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അതിനെ ജോയിൻ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചൊക്കെ ഇട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിന് നമ്മൾ ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനുശേഷം ടേബിൾ സ്റ്റേ നീഡിൽ യൂസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ത്രെഡും അതുപോലെ തന്നെ എൻഡ് ചെയ്ത ത്രെഡും ഇതിനകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് വിടണം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ഫ്രണ്ട് പോർഷനിൽ ആകാതെ നോക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്ക് നല്ല സെക്യൂർ ആയിട്ട് അവിടെ തന്നെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കുട്ടികളൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴും പിടിക്കുമ്പോഴും ഒക്കെ അത് ഫുള്ളായിട്ട് ഇളകി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഹെഡ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ മുതൽ ഒരു 1 അവർ അതിനകത്തേ ആകത്തുള്ളൂ. ബിഗിനേഴ്സ് ആയിക്കൂടെ അവർക്കൊരു 3-4 റോസൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നല്ലൊരു സ്റ്റിച്ച് പ്രാക്ടീസ് ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് പിന്നെ പെട്ടെന്ന് ഇത് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. അപ്പോഴും നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ കുഞ്ഞിനോ ഇല്ല നമ്മുടെ വാവയ്ക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൻ്റെ കുഞ്ഞാവയ്ക്കോ അങ്ങനെ ആർക്കായാലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ഹെഡ് ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഹെഡ് ബാൻഡ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്രോഷയുടെ ബേസിക്സ് എന്തെങ്കിലും അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.